പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, എനിക്ക് വേണ്ടുന്ന രീതിയിൽ അത് ക്രോപ്പ് ചെയ്തെടുത്തു. ഇതേമാതിരി ഒരു വീഡിയോ ഗാലറിക്ക് വെളിയിൽ പോകാതെ, അതായത് വേറൊരു ആപ്പിൻ്റെ സഹായമില്ലാതെ, ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമോ? അഥവാ സാധിക്കുമെങ്കിൽ അത് ഏതെല്ലാം സൈസിലാണ് ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇപ്പം ഞാനിവിടെ എൻ്റെ മൊബൈലിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഞാൻ ഇത് ക്രോപ്പ് ചെയ്യണം. ഇത് ക്രോപ്പ് ചെയ്യാനായിട്ട് ഞാൻ നേരെ ഗാലറിയിൽ പോവുകയാണ്. ഗാലറിയിൽ പോയിട്ട് ഞാൻ നേരെ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതെനിക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ക്രോപ്പ് ചെയ്യുന്നതിന് ഞാൻ ഇങ്ങനെ ഇതെടുത്ത് ഇത് ആവശ്യമുള്ള ഇത് മാത്രം എനിക്ക് ക്രോപ്പ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ ഇതേ രീതിയിൽ ഇങ്ങനെ എടുത്ത് ക്രോപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇതിപ്പോൾ ക്രോപ്പ് ചെയ്ത് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ നമുക്കൊരു വീഡിയോ ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പം നമ്മൾ ഇങ്ങനെ സാധാരണ നമ്മൾ വീഡിയോ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഇതുപോലുള്ള പല ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സാധാരണ വീഡിയോ ക്രോപ്പ് ചെയ്യുന്നത്. സാധാരണ ക്രോപ്പ് ചെയ്യാറുള്ളത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വീഡിയോ ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ ഇങ്ങനെയുള്ള ഈ ആപ്ലിക്കേഷൻ മാത്രമല്ല, ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷൻ്റെ സഹായത്തോടാണ് നമ്മൾ വീഡിയോ ക്രോപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് നമ്മുടെ ഗാലറിയിൽ തന്നെ പോയിട്ട്, അതായത് നമ്മുടെ ഗാലറിയിൽ തന്നെ പോയിട്ട് നമുക്കൊരു വീഡിയോ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ഇത് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഞാനിവിടെ ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ക്രോപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ക്രോപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന, അതായത് ഇവിടെ ഒരു പെൻസിലിൻ്റെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കോൺ ഉണ്ട്, അതായത് എഡിറ്റ് എന്ന് കാണുന്നത്. അപ്പോൾ ഇവിടോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. ഇങ്ങനെ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പക്ഷേ ഇവിടെ എഡിറ്റ് അല്ല ചെയ്യേണ്ടത്, നമുക്ക് ക്രോപ്പാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ഈ ക്രോപ്പ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പല പല ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ നമുക്ക് പല പല ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.1, അതായത് ഈ 1.1 എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉപയോഗിക്കുന്ന സൈസാണ് ക്രോപ്പ്. ഇതേ സൈസിൽ ക്രോപ്പ് ചെയ്താൽ അത് ഇൻസ്റ്റഗ്രാമിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതേമാതിരി 4.3, 4.3. അപ്പോൾ ഓരോന്നിൻ്റെയും ഇത് സൈസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന നിങ്ങൾ ചേഞ്ചസ് കണ്ടു. ഇവിടോട്ട് വരുന്ന ചേഞ്ചസ് നോക്കണം. അതപ്പോൾ ചേഞ്ചസ് നോക്കണം ഓരോ സൈസിൻ്റെ. അപ്പോൾ ഈ സൈസുകളെല്ലാം അനുസരിച്ച് നമുക്ക് ക്രോപ്പ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.4 ഈ സൈസാണ് നമുക്ക് ക്രോപ്പ് ചെയ്ത് കിട്ടുന്നത്. അതേമാതിരി തന്നെ 16.9 ഈ നമ്മൾ ആദ്യമേ നമ്മുടെ വീഡിയോയുടെ സൈസ്, ആ സൈസാണ് 16.9 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നത് 9.16, അതായത് നമ്മൾ യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്ന സൈസ്, അതായത് ഈ സൈസാണ് നമ്മൾ യൂട്യൂബിൽ, ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, യൂട്യൂബിലൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്ന സൈസ് ഈ സൈസാണ്. അപ്പം ഈ രീതിയിലെല്ലാം, ഈ കാണുന്ന ഇതേ രീതിയിലെല്ലാം നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട്, അതായത് ഈ 9.16, 16.9, 3.4, 4.3, ഇതേമാതിരി 1.1, ഇത്രയും സൈസിൽ ഇവിടെ നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാനൊന്ന് ക്രോപ്പ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ ഇവിടെ 3.4 ഈ സൈസ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ സൈസ് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഈ ടിക്കിലോട്ട് നമ്മൾ നേരെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ടിക്ക് സെലക്ട് ചെയ്ത് കഴിയുന്നുണ്ടെ നേരെ അത് നമുക്ക് ഇനിയും നമ്മൾ ചെയ്യേണ്ടത്, അതങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സേവ് എന്നുള്ളത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സേവ് ആയി കിട്ടും അതേ സൈസിൽ. ഇപ്പം ഞാൻ സേവ് ചെയ്യുകയാണ്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ സൈസ് കണ്ടിപ്പോൾ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈസ് നമ്മൾ സെലക്ട് ചെയ്ത ആ സൈസിൽ നമുക്ക് ക്രോപ്പ് ചെയ്ത് കിട്ടും.
അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് വെളിയിൽ പോകാതെ ഗാലറിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ ഗാലറി വെച്ച് തന്നെ നമുക്കിങ്ങനെ ഈ രീതിയിലുള്ള ഇപ്പോൾ ഇവിടെ കാണിച്ച ഇതേ സൈസിലെല്ലാം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പുറത്ത് പോയിട്ട് വേറെ ആപ്ലിക്കേഷൻ്റെ സഹായത്തോട് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് സേവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് റിയൽമി പ്രോ പ്ലസിലാണ്. അത് 11 12 ആയിക്കോട്ടെ, ഇതിലെല്ലാം ഈ ഓപ്ഷൻ ഉണ്ട്. അപ്പം മറ്റ് കമ്പനികളുടെ മൊബൈൽ ഉപയോഗിക്കുന്നവർ ചിലപ്പം പരാതി പറയാൻ സാധ്യതയുണ്ട്, എൻ്റെ മൊബൈലിൽ ഇതില്ല എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്കാർ എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ മാത്രമേ മറ്റുള്ള കമ്പനിക്കാരും അതിനെ ഫോളോ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ ഇല്ലാത്ത കമ്പനിയുടെ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.